ഹേ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. തിരുവോണം അല്ലേ? എണീച്ചിട്ട് പുറത്തോട്ട് ചെന്നപ്പോഴേക്കും അമ്മ ഉത്രാട വിളക്കൊക്കെ കത്തിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ പൂക്കളം എന്തായാലും ഇടണം എന്ന് വിചാരിച്ച് കുറച്ച് പൂവൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ തലേന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പൂവെല്ലാം എടുത്തിട്ടായിരുന്നു അമ്മ ഉത്രാട വിളക്ക് ഒരുക്കിയത്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നു. കടയിൽ ചെന്നപ്പോൾ പൂവുണ്ടായിരുന്നു. ഓറഞ്ചും മഞ്ഞ, അതുപോലെ വാടാമുല്ല, റോസ് ഇതെല്ലാം മുത്ത് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ. എന്നിട്ട് രണ്ടുപേരും ഓരോ അറ്റത്ത് പൂ ഞെറുക്കാൻ വേണ്ടി ഇരുന്നു. മുത്തയില പറിക്കാൻ പോയ ടൈമിൽ ഞാൻ ബാക്കി ബാലൻസ് വരച്ചു തുടങ്ങി. പെട്ടെന്ന് പിൻട്രസ്റ്റിൽ ഒരു ഡിസൈൻ നോക്കി അങ്ങനെ അങ്ങ് വരയ്ക്കുക കേട്ടോ ചെയ്തത്. വരയ്ക്കാൻ ഞാൻ വലിയ പ്രോയൊന്നുമല്ല. നമ്മുടെ അത്തപ്പൂക്കൾ അത്ര പെർഫെക്റ്റ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കണ്ട ഒരു രീതിയിൽ വരച്ചെങ്കിലും ഇട്ട് വന്നപ്പോൾ വരപ്പൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് നമ്മുടെ ഒരു ഊഹത്തിനാട്ടോ മൊത്തം ഇട്ട് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. താമര കിട്ടിയില്ല, പകരം ഒരു റോസ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നല്ല വിശന്നു. ഏകദേശം 10 മണി കഴിഞ്ഞു, 10-10:30 എന്തോ ആയി. അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് കാപ്പി കുടിക്കാൻ പോയി. അമ്മ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡെയിലി ഉള്ളൊരു പ്രോസസ്സാണ്. ഫുഡ് കഴിക്കുമ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യാറ്. ഇന്ന് അടുക്കളയിൽ എല്ലാ വിഭവങ്ങളും അമ്മ ഒറ്റയ്ക്കാട്ടോ ഉണ്ടാക്കിയത്. ഞങ്ങൾ അത്തപ്പൂക്കളവും കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് ചെന്നപ്പോഴേക്കും അമ്മ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറും 14 കൂട്ടം കറികളും അമ്മ ഉണ്ടാക്കി. ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ എല്ലാവരും ഞെട്ടി. ഞാനും മുത്തും അച്ഛനും ഒക്കെ ഞെട്ടിയായിരുന്നു. ഞാനാട്ടോ എല്ലാവർക്കും ഇത്തവണ വിളമ്പി കൊടുത്തത്. പിന്നെ നമുക്ക് വെർമസല്ലി പായസം ഉണ്ടായിരുന്നു. പിന്നെ ബോളി കിട്ടിയില്ല, അതുകൊണ്ട് പഴവും പപ്പടവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ 4 പേരും ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ വക ഓണാശംസകൾ.